نور على نور. السلام عليكم ورحمة الله وبركاته. إن الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് എന്നോണം ഇൽമിനെ നശ്ർ ചെയ്യുക, പ്രചരിപ്പിക്കുക എന്ന വലിയൊരു ദൗത്യത്തിൻ്റെ ഭാഗമായി സാധാരണക്കാർക്കിടയിൽ അഖീദ പഠിപ്പിക്കുക എന്ന സതുദ്ദേശത്തിൻ്റെ ഭാഗമായി നാം തുടങ്ങിയ ഒരു സംരംഭത്തിൻ്റെ ആദ്യ ക്ലാസ്സിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കബൂൽ ചെയ്യുകയും തുടർന്ന് അങ്ങോട്ട് ഈ ഒരു സംരംഭത്തെ തുടർത്തിക്കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാം ഈ ഒരു പഠന സംരംഭത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിലുൽ ഇസ്ലാം എന്ന കൊച്ചു കൃതിയാണ്. തുടർന്ന് അങ്ങോട്ടുള്ള നമ്മുടെ ഈ പഠന പരമ്പരയുടെ ഉദ്ദേശം തന്നെ സാധാരണക്കാർക്ക് അഖീദ പഠിപ്പിച്ചു കൊടുക്കുക, വലിയ വലിയ ഉലമാക്കളുടെ ഗ്രന്ഥങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇതാണ്. ആയതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് തുടർന്ന് അങ്ങോട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതിയ കൊച്ചു കൃതികൾ, ആ കൃതികൾ വായിച്ച് പൂർത്തിയാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കൃതിയാണ് നവാഖിലുൽ ഇസ്ലാം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. നവാഖിലുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്നാണ്. നഖല യൻഖുദു നഖ്ലൻ എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുക, ബാത്തിലാക്കുക എന്നൊക്കെയാണ്. നാഖിലുൻ എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുന്നവൻ, മുറിച്ച് കളയുന്നവ, മുറിച്ച് കളയുന്നത്. നാഖിലുൻ എന്നതിന്റെ ബഹുവചനമാണ് നവാഖിൽ. നാഖിൽ മുറിച്ചു കളയുന്നവൻ, മുറിച്ചു കളയുന്നത്. ഇവിടെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ ഗൈറു ആഖിലായതുകൊണ്ട്, ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനെ ബഹുവചനമാക്കുമ്പോൾ നവാഖിൽ എന്ന പേരിലാണ് അതിനെ ബഹുവചനമാക്കുക. മുറിച്ചു കളയുന്നവ, നാഖിലുൻ ജംഅ നവാഖിൽ. നവാഖിലുൽ ഇസ്ലാം, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഗ്രന്ഥത്തിന് ഇങ്ങനെയൊരു പേര് നൽകാനുള്ള കാരണം സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. സാധാരണക്കാർക്ക് പരിചയമുള്ള ഒരു പ്രയോഗമാണ് നവാഖിൽ എന്നുള്ള പ്രയോഗം. കാരണം സാധാരണയായി സാധാരണക്കാരെല്ലാവരും ഫിഖ്ഹി ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുമ്പോൾ വുളൂ മുറിയുന്ന കാര്യങ്ങൾ, നിസ്കാരം മുറിയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പഠിക്കാറുണ്ട്. അതിലൊക്കെ നവാഖിദുൽ വുളൂ, മുബ്തിലാത്തുസ് സലാത്ത്, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ, വുളൂഇനെ മുറിക്കുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ പഠിക്കാറുണ്ട്. അപ്പോൾ അതേ പ്രയോഗം അഖീദയെ ബാത്തിലാക്കുന്ന, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾക്ക് പ്രയോഗിക്കുമ്പോൾ സാധാരണക്കാർക്ക് പെട്ടെന്ന് അത് ഗ്രഹിക്കാൻ പറ്റും. അതിന്റെ ഗൗരവം തിരിയും. മറ്റെന്ത് പേരിട്ടാലും അതിന്റെ ഈ ഗൗരവം അതിന് കിട്ടുകയില്ല. അതുകൊണ്ടാണ് നവാഖിലുൽ ഇസ്ലാം എന്ന് അദ്ദേഹം പേരിട്ടത് എന്നാണ് ഈ കൊച്ചു ഗ്രന്ഥത്തെ വിശദീകരിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതന്മാരിൽ അധികവും പറഞ്ഞത്. നവാഖിലുൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രയോഗിച്ചൊരു പ്രയോഗമാണ് നഖല എന്ന പ്രയോഗം. നഖല യൻഖുദു നഖ്ലൻ ഫബിമാ നഖ്ലിഹിം മീസാഖഹും. അവർ അവരുടെ കരാറിനെ മുറിച്ചു കളഞ്ഞപ്പോൾ, ലംഘിച്ചപ്പോൾ,
അള്ളാഹു ജൂതന്മാരെ സംബന്ധിച്ച് പറഞ്ഞതാണ്, വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. വലാ തകൂനു, നിങ്ങൾ ആകരുത്, കല്ലത്തി, ഒരു പെണ്ണിനെ പോലെ ആകരുത്, നഖലത് ഗസ്ലഹ, അവൾ അവളുടെ പിരിച്ച കയറിനെ പൊളിച്ചു കളഞ്ഞു, മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, അത് ശക്തമായ കയറായതിനു ശേഷം പിരികളായി അവൾ അതിനെ മുറിച്ചു കളഞ്ഞു. നഖല, അള്ളാഹു പ്രയോഗിച്ച പ്രയോഗമാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വലാ തൻകുലുൽ ഐമാന ബഅദ തൗകീദിഹാ, നിങ്ങൾ കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ ലംഘിക്കരുത്, അതിനെ പൊളിക്കരുത്. മാലിയും മുലാരിയും മസ്തറും ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. നഖല യൻകുദു നഖ്ലൻ. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണത്. ഇസ്ലാം ബാത്തിലാകുക എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുക എന്നാണ്, കാഫിറാകുക എന്നാണ് അതിന്റെ വിവക്ഷ. ഒരാൾ ഇസ്ലാമിൽ നിന്നും പല കാരണങ്ങളാൽ പുറത്തു പോകാം. കുഫർ ഒരു വ്യക്തിയിൽ സംഭവിക്കാം. പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് ഒരാൾ മുർത്തദ്ദാകുക, ഒരാളിൽ റിദ്ദത്ത് സംഭവിക്കുക, ഒരാൾ കാഫിറാകുക. ഒന്ന്, വിശ്വാസത്തിലൂടെ, വിശ്വസിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. രണ്ടാമത്തേത്, വാക്കിലൂടെ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിലൂടെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മൂന്നാമത്തേത്, പ്രവൃത്തിയിലൂടെ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നാലാമത്തേത്, സംശയത്തിലൂടെ, സംശയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരാൾ സംശയിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഈ 4 വഴികളിലൂടെയാണ് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക. അഞ്ചാമതൊരു വഴിയില്ല. ഈ 4-1 അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം. ഈ റിദ്ദത്ത് സംഭവിക്കുന്ന 4 വഴികളാണ്: വിശ്വാസത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സംശയത്തിലൂടെ. അതുകൊണ്ട് തന്നെ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ ഏത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. പറയൽ നിർബന്ധമായത് ഏത്, പറയാൻ പാടില്ലാത്തത് ഏത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ ഏത്, ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്താൽ കുഫ്രായി പോകുന്ന കാര്യങ്ങൾ ഏത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. സംശയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏത്, സംശയിച്ചാൽ കുഫ്റാകുന്ന, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങൾ ഏത് എന്ന് പഠിക്കല് നിർബന്ധമാണ്. അത് പഠിച്ചേ പറ്റൂ. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ. ഒരാൾ ഇസ്ലാമിലായതിനു ശേഷം അയാൾ കാഫിർ ആകുകയേ ഇല്ല എന്ന വാദം പിഴച്ചവാദമാണ്. ചില സൂഫികളും കുബൂരികളും അങ്ങനെ വിശ്വസിച്ചു പോരാറുണ്ട്. മുസ്ലിം ആയാൽ പിന്നെ അയാൾ പിന്നെ കാഫിർ ആകുകയില്ല, വാക്കിലൂടെയോ പ്രവൃത്തിയിലൂടെയോ കാഫിർ ആകുകയില്ല എന്നൊക്കെ വാദിക്കാറുണ്ട്. എന്നാൽ ഖുർആനിൽ പലയിടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന് ശേഷം അവർ കുഫർ സംഭവിച്ചു എന്ന് പറയുന്നതായിട്ട് കാണാം. ലാ തഅതദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, ഈമാനിന് ശേഷം നിങ്ങൾ കാഫിറായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി 2-3 സ്ഥലങ്ങളിലായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമുള്ള കാര്യമാണ്. മുസ്ലിം ആയതിനു ശേഷം അവന്റെ മേൽ നിർബന്ധമുള്ള ബാധ്യതയുള്ള കാര്യമാണ് അത് മുറിച്ചു കളയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്നറിയൽ. അങ്ങനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിയുന്നൊരു ദിനമുണ്ട്, അന്നവന് തീർത്താൻ പറ്റൂല. മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോഴാണ് ഒരാൾ അറിയുന്നത്, ഞാൻ പണ്ടേ കാഫിറായേന്, കാഫിറാകുന്ന പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, കുഫർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, സംശയിക്കാൻ പാടില്ലാത്തത് സംശയിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ തിരുത്താൻ പറ്റുകയില്ല. അപ്പോൾ ഇസ്ലാം എന്താണെന്ന് അറിയണം, ആ ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ എന്താണെന്നും അറിയണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ ആണ് ഇസ്ലാം. ഒരുപാട് ദീനുകളുണ്ട്, അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ ഏതാണ്? അതാണ് ഇസ്ലാം. അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ ഇസ്ലാം ആയതുകൊണ്ട് തന്നെ ദീൻ ഇസ്ലാം അല്ലാത്ത ഒരു ദീനിനെയും അള്ളാഹു സ്വീകരിക്കുകയുമില്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലയുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റെന്തിനെങ്കിലും ദീനായി ഉൾക്കൊണ്ടാൽ, എന്ത് പ്രത്യയശാസ്ത്രമാകട്ടെ, മതവിഭാഗങ്ങളാകട്ടെ, ചിന്താഗതിയാകട്ടെ, എന്തുമാകട്ടെ, ഇസ്ലാം അല്ലാത്തതിനെ ഒരാൾ തൃപ്തിപ്പെട്ടാൽ ഫലയുഖ്ബല മിൻഹു, അവരിൽ നിന്നും ഒന്നും തന്നെ സ്വീകരിക്കപ്പെടുകയില്ല, ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് നഷ്ടവാളികളുടെ കൂട്ടത്തിലുമായിരിക്കും. ഈ ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കി കൊടുത്തു. പൂർണ്ണമായും അല്ലാഹു റസൂലുള്ളാഹിക്ക് ഈ ഇസ്ലാമിനെ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹു തൃപ്തിപ്പെട്ട ദീനിനെ, ഇസ്ലാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ നിങ്ങളുടെ മേൽ ഞാൻ പൂർത്തിയാക്കി. വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഞാൻ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയും ചെയ്തു എന്ന്. ഈ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞ, ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്ന ഇസ്ലാം, അള്ളാഹുവിന്റെ കയ്യിൽ സ്വീകാര്യമായ ദീനായ ഇസ്ലാം അടിസ്ഥാനപരമായും 3 ഭാഗങ്ങളാണ്. ഒന്ന് വിശ്വാസകാര്യങ്ങൾ, 2 കർമ്മകാര്യങ്ങൾ, 3 സ്വഭാവ ഇടപാട് കാര്യങ്ങൾ. വിശ്വാസം, കർമ്മം, സ്വഭാവം, ഇത് 3മാണ് ഇസ്ലാം. ഇതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യം വിശ്വാസകാര്യങ്ങളാണ്, അഖീദയാണ്. വിശ്വാസകാര്യങ്ങളാണ് അടിസ്ഥാനം. അതാണ് ആദ്യം നമ്മൾ ക്ലിയർ ആക്കേണ്ടത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ അടിത്തറ വിശ്വാസകാര്യങ്ങളാണ്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഇസ്ലാം എന്താണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം അൽ ഉസൂലു സലാസയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. അൽ ഇസ്ലാം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ബറാഅതു മിനശ്ശിർകി വ അഹ്ലി. ഇസ്ലാം എന്നാൽ തൗഹീദ് കൊണ്ടും അനുസരണ കൊണ്ടും അള്ളാഹുവിന് കീഴൊതുങ്ങലാണ്, ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ അഹലുകാരിൽ നിന്നും വിട്ടുനിൽക്കലുമാണ്. ഇതാണ് ഇസ്ലാം. അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ, ഇസ്ലാമിന്റെ അടിവേര്, ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ, ഇസ്ലാമിന്റെ ജീവൻ തൗഹീദാണ്. അതുപോലാണ് ഇസ്ലാം നിൽക്കുന്നത്. തൗഹീദ് ഇല്ലാതെ ഇസ്ലാമില്ല. ഈ തൗഹീദിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെയും മറ്റ് സൃഷ്ടിജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചത്. മനുഷ്യ ജിന്ന് വർഗങ്ങൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയ ആദ്യത്തെ കാര്യവും തൗഹീദാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജിന്ന് വർഗങ്ങളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ നാം പടച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് എനിക്ക് മാത്രമാക്കാൻ വേണ്ടിയല്ലാതെ. യഅ്ബുദൂൻ എന്നതിനെ വിശദീകരിച്ചിട്ട് പഴയകാല മുഫസ്സിറുകൾ എഴുതിയത് അയ്യുവഹിദൂൻ, എന്നെ ഏകനാക്കാൻ വേണ്ടി. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. അള്ളാഹുവിന് അവകാശപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാനപരമായി 3 എണ്ണമാണ്. ഒന്ന് റുബൂബിയ്യ,
രണ്ട് അൽ അസ്മാ വസിഫാത്ത്, മൂന്ന് അൽ ഉലൂഹിയ. ഈ മൂന്ന് കാര്യങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, രണ്ട് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, മൂന്ന് തൗഹീദുൽ ഉലൂഹിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പ്രവാചകന്മാരെയും മനുഷ്യജിന്ന് വർഗങ്ങളിലേക്ക് നിയോഗിച്ചയച്ചത് ഈ തൗഹീദിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്, തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ യഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ അയച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞുകൊണ്ട് അൻ യഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമാക്കണം, അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിനെ ഉപേക്ഷിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്യാൻ വേണ്ടി. തൗഹീദ് എന്ന കലിമത്ത് കൊണ്ട് ഈ മൂന്ന് അവകാശങ്ങളെ അള്ളാഹുവിനെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുക. അതാണ് ആ കലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ തൗഹീദുൽ ഉലൂഹിയ്യ, ഉലൂഹിയ്യത്തിലുള്ള തൗഹീദ്, അതിലാണ് പഴയകാലം മുതലേ പേവ് സംഭവിച്ചത്. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു റസൂലായി നിയോഗിച്ചത് ഉലൂഹിയത്തിൽ പിഴച്ചത് കൊണ്ടാണ്. അവസാനത്തെ പ്രവാചകൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലായി അയച്ചത് ഖൗമ് സമുദായം ഉലൂഹിയത്തിൽ പിഴച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഹഖ്ഖുൻ ഇല്ലല്ലാഹ്, ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രം എന്ന കലിമത്തിലേക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രവാചകന്മാരും വന്നത് എന്നർത്ഥം. അപ്പൊ ഇതാണ് ഇസ്ലാം, നവാഖിദുൽ ഇസ്ലാം. അപ്പൊ ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ, ഇസ്ലാം മാത്രമേ സത്യമായിട്ടുള്ളൂ, അത് മാത്രമേ വിജയിക്കുകയുള്ളൂ. മുസ്ലിമായി മരിച്ച ഒരാൾ മാത്രമേ നാളെ പരലോകത്ത് വിജയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ മുറിയാതെ, അതിനെ ബാത്തിലാക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ആ അനുഗ്രഹം ആർക്കൊക്കെ കിട്ടിയോ അവരുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്, മുസ്ലിമായ ഓരോരുത്തരും ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞ് അതിലേക്ക് പ്രവേശിച്ച ഓരോരുത്തരും രണ്ടാമതായി അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യം അതിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. എന്നാലേ ബാത്തിലാക്കാതെ മുറിയാതെ അതിനെ കൊണ്ടടക്കാൻ പറ്റുള്ളൂ. ഇത് കൈമ കിട്ടിയിട്ടുണ്ട്, ഇത് ബാത്തിലായി ഇല്ലയോ എന്നറിയില്ല, അങ്ങനെ ജീവിച്ചിട്ടെന്ന കാര്യമുള്ളത്. ഞാൻ മുസ്ലിമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കുന്ന വല്ലതും ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. ഞാൻ കാഫിറായോ മുർത്തദായോ എന്ന് അറിയണ്ടേ, അതറിയേണ്ടതുണ്ട്. അപ്പോൾ നവാഖിദുൽ ഇസ്ലാം എന്ന വിഷയം പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും മേൽ നിർബന്ധ ബാധ്യതയാണ്. വളരെ ഗൗരവമുള്ള ഒരു പഠനവുമാണത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ കൊച്ചു ഗ്രന്ഥത്തിൽ, നവാഖിദുൽ ഇസ്ലാം എന്ന ഈ കൊച്ചു ഗ്രന്ഥത്തിൽ ആ വക കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട, ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആ ഒരു കൊച്ചു ഗ്രന്ഥം ചെറിയ രീതിയിൽ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അമ്മാ ബഅദ്. നവാഖിദുൽ ഇസ്ലാം لإمام الدعوة الشيخ محمد بن عبد الوهاب بن سليمان التميمي. بسم الله الرحمن الرحيم. اعلم أن من أعظم نواقض الإسلام 10. നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥം എഴുതിയ പണ്ഡിതൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബിൻ സുലൈമാൻ അത്തമീമി, ഹിജ്റ 1206 മരണപ്പെട്ടു പോയ പണ്ഡിതനാണ്. അദ്ദേഹം സലഫികൾക്കിടയിൽ അറിയപ്പെടുന്നത് ഇമാമുദ്ദഅവ എന്ന പേരിലാണ്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം എന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് സലഫി പണ്ഡിതന്മാരും പ്രബോധകന്മാരും വിളിക്കാറുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പൊതുവെ സലഫികൾ വിളിക്കാറുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതേപോലെ
സർവ്വവ്യാപകമായി എല്ലാവരും ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിളിക്കുന്ന മറ്റൊരു വലിയ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഇമാമുദ്ദഅവ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇതിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് ആര് എന്ന് പറയുന്നതൊക്കെ ഇമാമുദ്ദഅവ, ദഅവത്തിന്റെ ഇമാം എന്ന് പറയുന്നുണ്ട്. എന്ന് പറയാൻ കാരണം ദഅവ രംഗത്ത് ഇറങ്ങുകയും വലിയൊരു ദൗത്യ പൂർത്തീകരണം നടത്തുകയും ചെയ്ത വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നാട്ടുകാർ ഷിർക്കിലും കുഫറിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിൽ മരങ്ങളെയും കല്ലുകളെയും മറ്റും ആരാധിച്ചു പോരുന്ന ഒരു മുസ്ലിം ജനവിഭാഗത്തെ, പേരിന് മുസ്ലിമാണെങ്കിലും കല്ലുകളെയും മരങ്ങളെയൊക്കെ ആരാധിച്ചിരുന്ന, ദർഗകളെ പൂജിച്ചിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ദഅവത്തുമായി ഇറങ്ങുന്നത്. ആ ദഅവത്ത് പൂർണ്ണ വിജയം കണ്ടു. ഒരു രാഷ്ട്രത്തെ തന്നെ മാറ്റാൻ അദ്ദേഹത്തിന്റെ ദഅവത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ടാണ് ഇമാമുദ്ദഅവ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് യഅലം, നീ അറിയണം, അന്ന മിൻ അഅ്ളമി നവാഖിദിൽ ഇസ്ലാമി അശറ, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന ഗൗരവപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് 10. ചില നുസ്ഖകളിലുള്ളത് യഅലം അന്ന നവാഖിദൽ ഇസ്ലാം അശറ, നീ അറിയണം ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ 10. ചില നുസ്ഖകളിലുള്ളത് ഇന്ന മിൻ അഅ്ളമി നവാഖിദിൽ ഇസ്ലാമി അശറ, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന ഗൗരവപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ് 10 എന്ന്. അപ്പം 10 എന്ന് മാത്രം പറഞ്ഞതിൽ ചില ഇഷ്കാലുണ്ട്. 10 മാത്രമാണോ? അല്ല, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ അന്ന നവാഖിദൽ ഇസ്ലാം അശറ എന്ന് മാത്രം എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന മിൻ അഅ്ളമി നവാഖിദിൽ ഇസ്ലാമി അശറ, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന ഗൗരവപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്, ആഴമായ കാര്യത്തിൽപ്പെട്ടതാണ് അശറ 10. അപ്പോൾ ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലായി 10 അല്ലാത്തതും ഉണ്ട്. ഈ 10 ആഴമിൽ പെട്ടതാണ് എന്ന് മനസ്സിലായി. എന്തായാലും എന്തുകൊണ്ട് ഈ 10 മാത്രം അദ്ദേഹം എണ്ണി എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. പല പണ്ഡിതന്മാരും പല കാരണങ്ങളും അതിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട് എന്നതാണ്. ഈ കിതാബിന്റെ അവസാനത്തിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്താണ് ഈ 10 കാര്യങ്ങളെ അദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് അതിലൂടെ നമുക്ക് ബോധ്യമാകും. എന്താണത്? ഇത് അധികവും സംഭവിക്കുന്ന ശിർക്കൻ കുഫ്റൻ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. അധിക ജനങ്ങൾക്കിടയിലും അത് സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല വളരെ ഗൗരവമുള്ള കാര്യത്തിൽപ്പെട്ടതുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവാഖിദുൽ ഇസ്ലാം എന്ന ഈ കൊച്ചു ഗ്രന്ഥത്തിന് ശറഹ് എഴുതിയ, വിശദീകരണം എഴുതിയ പണ്ഡിതന്മാർ എന്തുകൊണ്ട് 10 പറഞ്ഞു എന്നതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ 10 കാര്യങ്ങൾ ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളാണെന്നതിൽ സലഫുകൾ, സഹാബാക്കളടക്കമുള്ള പൂർവികർ ഇജ്മാ ഉള്ള കാര്യങ്ങളാണ്, രണ്ടഭിപ്രായമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ 10 കാര്യത്തെ പ്രത്യേകം എണ്ണിയത്. രണ്ടാമത്തെ കാരണം, ഈ എണ്ണപ്പെട്ട 10 കാര്യങ്ങൾ സർവ്വസാധാരണയായി സാധാരണക്കാർക്കിടയിൽ സംഭവിച്ചേക്കാവുന്നതും പലരിലും സംഭവിച്ചതുമായ, പക്ഷേ ഇതിന്റെ ഗൗരവം പലർക്കും തിരിയാത്തതുമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ 10 കാര്യങ്ങളെ പ്രത്യേകമായി എണ്ണിയത് എന്ന്. അല്ലാഹു ആലം.